ഹലോ നമസ്കാരം. നമ്മൾ അപ്പോൾ ഒരു ഹിന്ദു വെഡ്ഡിങ് ഫംഗ്ഷന് പോവാണ് കേട്ടോ. അപ്പോൾ എന്താ അങ്ങനെ പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് ഞാൻ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു ഫംഗ്ഷന് പങ്കെടുക്കണതും ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പങ്കെടുക്കണതും. അതാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. കാരണം നമ്മളെ സംബന്ധിച്ച് എനിക്കധികം ഫ്രണ്ട്സ് അങ്ങനെ ഇല്ലാത്തത് കൊണ്ടും പിന്നെ നമുക്ക് ഇങ്ങനത്തെ ഫങ്ഷൻസ് കിട്ടാത്തത് കൊണ്ടും നമുക്ക് ഇത്തരം അനുഭവങ്ങൾ വളരെ റെയറാണ്. അപ്പോൾ കിട്ടിയ ചാൻസ് ഞാൻ മുതലെടുത്തു. ഞാൻ എന്തായാലും രാവിലെ പോയി, വേഗം കഴിയുമല്ലോ, അങ്ങനെ ഒരു സംഭവമുണ്ട്. അപ്പോൾ കെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹാളിലേക്ക് വരും. അപ്പോൾ ഹാളിലേക്കാണ് നമ്മൾ എത്തിയത്. അങ്ങനെ വേഗം അവിടെ കുറച്ച് അട്രാക്റ്റീവായിട്ടുള്ളൊരു സംഭവങ്ങൾ ഞാൻ എൻ്റെ ഫോണിൽ പകർത്തി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ വളരെ ചുരുക്കം സംഭവിക്കുന്നുണ്ട്. ഈ ഒരു ഫങ്ഷൻസൊക്കെ, അതായത് മരുമകനെ കൂട്ടിക്കൊണ്ടുവരുന്ന ഫങ്ഷൻസൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണുന്നതാണ്. ഇങ്ങനൊന്നും ഞാൻ കണ്ടിട്ടേ ഇല്ല. കാരണം ഇങ്ങനൊരു ഇതിന് പോയാൽ തന്നെ നമ്മൾ സദ്യ കഴിച്ച് വീട്ടിലേക്ക് തിരിച്ചു പോകാമെന്നല്ലാതെ ഇവരെന്തൊക്കെ ചെയ്യുന്നുണ്ട് ഞാൻ ഇതുവരെ ശ്രദ്ധിച്ചിട്ടില്ല കേട്ടോ. ഞാൻ ആദ്യമായിട്ട് എങ്ങനെയൊക്കെ ശ്രദ്ധിക്കണേ. പിന്നെ മണവാട്ടി നല്ല ബ്യൂട്ടിഫുള്ളായിട്ട്, എന്താണെന്ന് വെച്ചാൽ സിമ്പിൾ ആൻഡ് എലഗൻ്റായിട്ട് ഒരുങ്ങിയിട്ടുണ്ട്. കാരണം ഒരു ഇതുപോലും കൂടുതലായിട്ട് ആൾ ചെയ്തിട്ടില്ല. എല്ലാം ഭയങ്കര നീറ്റായിട്ട് ചെയ്തിട്ട് നല്ല രസമുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ആ താമരയുടെ ഡെക്കറേഷൻ സ്റ്റേജൊക്കെ ഭയങ്കര അട്രാക്ഷൻ തോന്നി. അങ്ങനെ പോരാത്തതിന് നല്ല സുന്ദരികളായ പെൺകുട്ടികൾ വിളക്കൊക്കെ വെച്ച് ഇങ്ങനെ ആനയിക്കണമൊക്കെ കണ്ടപ്പോൾ എന്തോ ഭയങ്കര അട്രാക്ഷൻ തോന്നിയിട്ടാണ്. പിന്നെ ഈ ഒരു ടൈം എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു കേട്ടോ. ഞങ്ങളുടെ പ്രേരകിൻ്റെ മോളുടെ കല്യാണത്തിനായിരുന്നു പോയത്. പ്രേരകിൻ്റെ മുഖം കാണാനായിട്ട്, പ്രിയ മേഡത്തിൻ്റെ മുഖം കാണാനായിട്ട് എന്തോ കഴിഞ്ഞു പോയ കാലവും ഇനി വരാതിരിക്കുന്ന കാലം, അതായത് മോളുടെ കല്യാണം കഴിഞ്ഞ കാലവും മോളെ ചെറുപ്പത്തിലുള്ള കാലം ഒക്കെ ഒരുമിച്ച് ആ മുഖത്ത് മിന്നി മറയണതൊക്കെ കാണുന്നുണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര ഒരു ഫീലാണല്ലേ അത്. പെൺമക്കളെ കെട്ടിച്ച് വിടുക, അവരുടെ ഭാവി ജീവിതം എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ കഴിഞ്ഞു പോയ ജീവിതം ഇനി ഞങ്ങൾക്ക് തിരിച്ചുണ്ടാവും, അങ്ങനത്തെ ഒക്കെ ഒരു ഫീൽ വെച്ചിട്ടായി അമ്മ നിൽക്കണമായിരുന്നു. ഇപ്പം എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു കേട്ടോ അത്. അപ്പം ഞാനതൊക്കെ ഒന്ന് എടുത്തു. അപ്പോൾ അവർ ഓരോന്ന് ചെയ്യുന്നുണ്ടായിരുന്നു, എന്താണെന്നൊന്നും എനിക്കറിയില്ല. പിന്നെ തിരിഞ്ഞെന്ന് കിട്ടണപ്പോൾ എനിക്കൊരു എക്സൈറ്റ്മെൻറ്റ്, അതെന്തിങ്ങനെ. അപ്പോഴാണ് പറഞ്ഞത് അപ്പുറത്ത് ഗണപതി ഇരിക്കുന്നുണ്ട്, അതുകൊണ്ട് ഗണപതിനെ നോക്കി നിന്നിട്ടാണ് ചെക്കൻ കല്യാണം കഴിയും. പിന്നെയാണ് നമ്മുടെ ഊഴം, സദ്യ. മെയിനായിട്ട് ഞാൻ ഈ ഒരു ഫംഗ്ഷൻ പോകാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ്, സദ്യ. നമുക്ക് കൊല്ലത്തിൽ ഓണത്തിന് കിട്ടുമെന്നുണ്ടെങ്കിലും എന്നാലും നമുക്കിത് ഇത്ര കറികളായിട്ടൊന്നും കിട്ടത്തില്ല. അപ്പോൾ നമ്മൾ എന്തായാലും ഇതൊന്ന് ആസ്വദിച്ച് കഴിക്കാമല്ലോ എന്നും കൂടി നമുക്ക് നിയ്യത്തുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരുവിധം ഐറ്റംസൊക്കെ വന്നു. നമുക്ക് ഈ കറികൾ ഈ ഇത്ര ടേസ്റ്റോടുകൂടി നമ്മളെ വീട്ടിലുണ്ടാക്കിയാലും നമുക്ക് കിട്ടില്ല. കാരണം എത്ര ആയാലും അതങ്ങനെ ആവില്ല. പിന്നെ പപ്പടം വന്നു, പഴം വന്നില്ല, പഴം കൈ കഴുകണോടത്തം കണ്ടുണ്ടായിരുന്നു. ഞാൻ പിന്നെ ഒരാളെ കൊണ്ട് വിട്ടിടിപ്പിച്ച് ഞാൻ പപ്പടം പായസമൊക്കെ പാടെ തിരുമ്പി അങ്ങോട്ട് തിന്നു. എനിക്ക് അങ്ങനത്തെ മധുരം അധികം ഇഷ്ടമില്ലാത്ത ആളായിരുന്നു. പക്ഷേ ഈ ഒരു സാധനം ഒരു പ്രാവശ്യം കഴിച്ചോടി പിന്നെ ഞാൻ പായസം കിട്ടി അപ്പം പപ്പടം പായസം വെച്ച് കുടിക്കും. അങ്ങനെ ആയിരുന്നിട്ടാണ്. എനിക്ക് മധുരം ഭയങ്കര അഡിക്ഷനായി. പിന്നെ എൻ്റെ കിണറൊക്കെ കുത്തി സാമ്പാറൊക്കെ അതിനുള്ളിലിട്ട് പിന്നെ പപ്പടം കൂട്ടി ഒരു പിടി അങ്ങോട്ട് പിടിച്ചു. അപ്പോൾ ഒരുപാട് നാൾക്ക് ശേഷം നല്ലൊരു ഹിന്ദു വെഡ്ഡിങ് കൂടി. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്നെ എല്ലാവരും ഒന്ന് നന്നായി സപ്പോർട്ട് ചെയ്യുക.